ഇടുക്കി രാജാക്കാടിന് സമീപം കൊച്ചുമുല്ലക്കാനത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷ സാമൂഹ്യവിരുദ്ധർ തീയിട്ടതായി പരാതി. വിമലപുരം സ്വദേശി രാജേഷിന്റെ ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത്. സംഭവത്തിൽ ഓട്ടോ ഉടമ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രി 12-ന് ശേഷമാണ് സംഭവം നടന്നത്. പ്രദേശത്ത് കറണ്ട് പോയ സമയത്താണ് കൃത്യം നടത്തിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഇതേ വാഹനത്തിന് തീയിട്ട് നശിപ്പിച്ചിരുന്നു. ഇതിന്റെ പ്രതികളെ നാളിതുവരെയായിട്ടും കണ്ടെത്തിയിട്ടുമില്ല. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മതിയായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും 8000 രൂപ മാത്രമാണ് ലഭിച്ചത്. തുടർന്ന് ഉടമസ്ഥനായ രാജേഷ് CCTV ക്യാമറ വാങ്ങി സ്ഥാപിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ ലഭിക്കാനുള്ള കാര്യങ്ങളും ചെയ്തു. ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നവരും കറണ്ട് പോയ സമയത്ത് ഇതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയില്ലെന്നറിയാവുന്ന ആരോ ആണ് കൃത്യം ചെയ്തതെന്നും ചില സംശയങ്ങളുണ്ടെന്നുമാണ് ഉടമ പറയുന്നത്. രാത്രി ഒരു മണിക്ക് ശേഷം ഈ ചേച്ചി വിളിച്ച് പറയുമ്പോൾ 2 വണ്ടി പൂർണ്ണമായും കത്തി നശിച്ച് പോയിട്ടുള്ളതാണ്. കഴിഞ്ഞത് ഒരു 9 മാസം മുമ്പ് ഇത് സമാന സംഭവം ഉണ്ടാവുകയും രായക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ള കേസെടുക്കുകയും അത് തുടർ നടപടികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെയായിട്ടും അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത് 2ാമത്തെ തവണയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ വീട്ടിലെ സമീപവാസിയായ ചേച്ചിക്കും 2 കുഞ്ഞുങ്ങൾക്കും വരെ അപകടമാകുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വേഗം ഇതിന്റെ പ്രതികളെ പിടിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. തീ പിടിച്ചതിനെ തുടർന്ന് ഭയങ്കരമായ ശബ്ദമുണ്ടാകുകയും വീടിന്റെ ജനൽച്ചില്ലുകൾ പൊട്ടുകയും ബൾബ് ഉരുകുകയും ചെയ്തിട്ടുണ്ട്. രാജേഷിന്റെ വീട്ടിലേക്ക് ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ സമീപത്തെ വീടിന്റെ മുറ്റത്താണ് ഓട്ടോ പാർക്ക് ചെയ്യുന്നത്. ശബ്ദം കേട്ടുണർന്ന വീട്ടമ്മയാണ് വാഹന ഉടമയെ വിവരം വിളിച്ചറിയിച്ചത്. ഉടമ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. നനയാതിരിക്കാനായി വലിച്ചു കിട്ടിയിരുന്ന ടാർപ്പായും കത്തിനശിച്ചു. ഉടമ രാജാക്കാട് പോലീസിൽ പരാതി നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.